ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ അബാദ് വിസ്പറിംഗ് ബാംസ് കുമരകത്ത് പോകുന്ന വഴിയാണ് ഈ കാണിക്കുന്നത്. നമ്മൾ നവനസ്രയത്ത് ആ പള്ളിയുടെ ഇടത്തെ സൈഡിലൂടെ നേരെ പോയി കഴിയുമ്പോൾ ഒരു 1.2 കിലോമീറ്റർ കഴിഞ്ഞ് കഴിയുമ്പം അതിൻ്റെ വലത്തെ സൈഡ് മാറിയായിട്ടാണ് നമുക്ക് അബാദ് വിസ്പറിംഗ് ബാംസ് കാണുന്നത്. ഇതൊരു ചെറിയൊരു വഴിയാണ്, അപ്പോൾ സൂക്ഷിച്ച് പോകണം. അതുകൂടാതെ തന്നെ രണ്ട് വണ്ടി പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു വഴിയും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ സ്ലോയിൽ വേണം ഈ വഴിയിലൂടെ നമുക്ക് പോകാൻ. അപ്പം വളരെ എന്താ പറയുക, ഇച്ചിരി ഏക്കർ കണക്കിന് തോട്ടത്തിനകത്ത് നല്ല സ്മൂത്തായിട്ടുള്ളൊരു സോണാണ് ഈ അബാദ് വിസ്പറിംഗ് ബാംസ്. ആദ്യം തന്നെ നമുക്ക് സെക്യൂരിറ്റി നമ്മുടെ അടുത്ത് ഒരു ബോർഡൊക്കെ കൊണ്ടു തന്നിട്ട് നിങ്ങളുടെ ഈ ലിസ്റ്റിൽ ബുക്കിംഗ് ലിസ്റ്റിനകത്ത് നിങ്ങളുടെ പേരുണ്ടോ, നിങ്ങളുടെ മെയിൽ അഡ്രസ്സ്, ഫോൺ നമ്പർ എല്ലാം എഴുതാൻ പറയും. അതൊക്കെ നമ്മൾ എഴുതി കൊടുക്കുക. എഴുതി കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ വളരെ സാവധാനം റിസോർട്ടിൻ്റെ ഭംഗിയും അല്ലെങ്കിൽ ആ ചുറ്റുപാടിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് അങ്ങ് മുന്നോട്ട് പോകണം. അങ്ങ് മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ആ ഒരു എന്താ പറയുക, കിഡ്സ് സോണ് അല്ലെങ്കിൽ പാർക്കിംഗ് സോണ്, പിന്നെ അവിടുത്തെ ആ ഒരു ഭംഗിയും ആ നേച്ചറും ഒക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അവിടെ നിന്ന് മുന്നോട്ട് ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും റിവൈവൽ സ്പാ എന്നും പറഞ്ഞിട്ട് ഇവിടുത്തെ ആയുർവേദ സ്പാ, നമ്മുടെ എന്താ പറയുക, ഒഴിച്ചിലും പിഴിച്ചിലും പിന്നെ മുഖം ക്ലീനിങ്ങും ഒക്കെ ഉള്ള ഒരു സ്പായൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മുടെ അവിടെ കാണാൻ പോകുന്നത് ചെറിയ ചാറ്റമഴ കാരണം അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ നമ്മളെ നല്ല രീതിയിൽ ഫോളോ അപ്പ് ചെയ്ത് തന്നു, ഇൻസ്ട്രക്റ്റ് ചെയ്ത് തന്നു എവിടെ പാർക്ക് ചെയ്യണം, എങ്ങനെ പാർക്ക് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ചെക്കിനിലേക്ക് പോയി. ചെക്കിനിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇച്ചിരി താമസമുണ്ട് റൂമൊന്ന് റെഡി ആവാനായിട്ട്, അപ്പം കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വളരെ സാവധാനം അവിടെ അതൊക്കെ കണ്ട്, ഞങ്ങൾ ഫോട്ടോയിൽ കണ്ടത് തന്നെയാണോ എന്ന് ഞങ്ങൾ നോക്കി വെയിറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അടിപൊളിയാണ്. നമ്മൾ തൊട്ട് നേരി കാണുമ്പോൾ തന്നെ ആ റിസോർട്ടിൻ്റെ ഭംഗി നമുക്ക് കാണാൻ സാധിക്കും. നല്ല പൂൾ വ്യൂ. അങ്ങനെ പൂൾ വ്യൂ ഒക്കെ കണ്ട് നമ്മൾ ആദ്യമേ അതിൻ്റെ ചുറ്റുപാട് മൊത്തം ഒന്ന് അരിച്ച് പറിക്കാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഫോട്ടോയിൽ കണ്ടതെല്ലാം സത്യമാണ്. സാധാരണ രീതിയിൽ ചില സമയത്ത് ഫോട്ടോ വേറെയും ഏകദേശം പ്രാക്ടിക്കലി ചെന്ന് കഴിയുമ്പം അതും വേറെ ആകുന്നൊരു സ്ഥിതി കാണാറുണ്ട്. ഇവിടുത്തെ റിസപ്ഷനിൽ നമ്മളവിടെ വന്നിരുന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു വെൽക്കം ഡ്രിങ്ക് കൊണ്ടു തന്നു. വെൽക്കം ഡ്രിങ്ക് മാംഗോ ജ്യൂസ് ആയിരുന്നു. അതൊക്കെ കൊണ്ട് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ എന്നോട് ചോദിച്ചു എങ്ങനെയാണ് പേയ്മെൻറ്റ്, ക്യാഷാണോ അതോ കാർഡാണോ? ഞാൻ പറഞ്ഞു ക്യാഷാണ്, അത് കാർഡ് വേ ആണ് എന്ന് പറഞ്ഞു. ഒടുവിൽ ഒരു 50% നമ്മൾ ഓൾറെഡി പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 3 days പാക്കേജ് ആയിരുന്നു നമ്മൾ എടുത്തിരുന്നത്. അപ്പോൾ അങ്ങനെ 7,000 into 3 ആയിരുന്നു നമ്മളുടെ പാക്കേജ്. പിന്നെ ബുഫറ്റ് ആണെല്ലാം. ഇപ്പോൾ ബുഫറ്റിനൊക്കെ ചാർജ് വരുന്നത് 700 ആണ് പെർ ബുഫറ്റ് അല്ലെ പെർ പ്ലേറ്റ് അങ്ങനെ വരുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കോംപ്ലിമെൻ്ററി ആണ്. അപ്പോൾ അതെല്ലാം കാര്യങ്ങളെല്ലാം അവിടുത്തെ ഫുൾ ഡീറ്റെയിൽസ് എല്ലാം കഴിഞ്ഞ് നമ്മളെ ചെക്ക് ഇൻ ചെയ്ത് നമ്മൾ മുറി ഒന്ന് കാണിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ മുറി കാണിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ വിശാലമായ, എന്താ പറയുക, പുറമേ നോക്കുമ്പോൾ ചെറുതാണെങ്കിലും അകത്ത് കയറി കഴിയുമ്പോഴത്തേക്കും അടിപൊളി വിശാലമായ ഒരു ഷോറൂം പോലെ നല്ല സൂപ്പർ റൂം, ഹീറ്റർ എല്ലായിടത്തെയും പോലെ. അതേപോലെ തന്നെ നമ്മളുടെ മിനി ഫ്രിഡ്ജ്, പിന്നെ കബോർഡ്, TV, പിന്നെ അത്യാവശ്യം ഒരുപാട് നമുക്ക് യൂസ് ചെയ്യാൻ തരത്തിലുള്ള മൊബിലീസ് എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ സെൻട്രലൈസ്ഡ് AC, പിന്നെ ടബ്, കാര്യങ്ങളെല്ലാം ഉണ്ട്. കുഴപ്പമില്ല. ഒരു സാധാരണ രീതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും വിശാലമായിട്ട് നമുക്ക് തോന്നും. പിന്നെ പൂള്, പിന്നെ അതിൻ്റെ ലേക്ക് ഫേസിങ് കോട്ടേജായിരുന്നു നമ്മൾ എടുത്തിരുന്നത്.